കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മലിനെതിരെ ഇടതംഗങ്ങളുടെ പ്രതിഷേധം. വൈസ് ചാൻസലർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിൽ പ്ലക്കാർഡ് ഉയർത്തി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിക്കുകയാണ്. സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റിനെ തൽസ്ഥാനത്ത് നിന്ന് ജനാധിപത്യ വിരുദ്ധമായി നീക്കം ചെയ്ത ഈ നടപടികളെ അതിശക്തമായി നേരിടും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധം യൂണിവേഴ്സിറ്റി സെനറ്റിൽ ജനാധിപത്യപരമായി രേഖപ്പെടുത്തിയത്. ആ വിഷയത്തെ സംബന്ധിച്ചെല്ലാം ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഇവിടെ വിശദീകരിക്കും. ഈ പ്രതിഷേധ പരിപാടിയിൽ മുൻ MLA-യും സിൻഡിക്കേറ്റ് അംഗവുമായ R. രാജേഷ്, സിൻഡിക്കേറ്റിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപക, അനധ്യാപക, ജീവനക്കാരുടെ, വിദ്യാർത്ഥികളുടെ പ്രതിനിധികളടക്കം നിരവധി പേർ, സെനറ്റ് അംഗങ്ങൾ, പ്രതിഭാശാലികളായ അധ്യാപകരും പണ്ഡിതന്മാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനറായ അഡ്വക്കേറ്റ് ജി മുരളീധരനെ ക്ഷണിക്കുന്നു. ഞങ്ങൾ നേരത്തെ ഉയർത്തിയിട്ടുള്ള ഒരു വിമർശനം ഈ താൽക്കാലിക VC-ക്കെതിരായിട്ട്, ഇദ്ദേഹം ഇവിടെ വന്ന ശേഷം റെഗുലർ സെനറ്റ് ചേരാറില്ല, സിൻഡിക്കേറ്റ് കൃത്യമായി ചേരാറില്ല, അക്കാഡമിക് കൗൺസിൽ ചേരാറില്ല. ഇന്നിപ്പം 4 മാസത്തിന് ശേഷം അദ്ദേഹം സ്പെഷ്യൽ സെനറ്റാണ് വിളിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ സെനറ്റ് റെഗുലർ സെനറ്റ് വിളിക്കേണ്ടതാണ്. അദ്ദേഹം ഇന്ന് ചെയർ ചെയ്യാൻ സെനറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് റെഗുലർ സെനറ്റ് ചേരുന്നില്ല. അതുകൊണ്ട് റെഗുലർ സെനറ്റ് ചേരണം. മാത്രവുമല്ല, മുമ്പ് കേരളത്തിൽ വലിയ വിവാദമായതാണ്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പ്രക്ഷുബ്ധമായി. VC ഡോക്ടർ മോഹൻ കുന്നമ്മൽ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. ഇപ്പോൾ അവിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരുന്നത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.